ഇന്ന് 2025 ജൂൺ 9. സമയം അറിയില്ല, നോക്കിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അപ്ലോഡ് ചെയ്താൽ എന്താണ് ഞാൻ ഇനി ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അഥവാ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു ഇൻട്രോ വീഡിയോ അല്ല ഇൻട്രോ വീഡിയോസ് തുടങ്ങുമ്പം ഇടുന്ന ഇൻട്രോ അല്ല, എന്നാലും എൻ്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോ വ്ളോഗ് 1 Day 1. അപ്പം ഞാനിപ്പം എൻ്റെ പേര് ഋഷിത്ത് എന്നാണ്, ഋഷി എന്ന് വിളിക്കും. കണ്ണൂർ തലശ്ശേരി എന്നാണ് സ്ഥലം. ഇതെല്ലാം പറയുന്ന കണ്ടാലും ആരെങ്കിലും വീഡിയോ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ, അഥവാ ആരും കണ്ടാലോ അറ്റ്ലീസ്റ്റ് ആ 1 വ്യൂവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഞാൻ തലശ്ശേരിയാണ് സ്ഥലം, കണ്ണൂരാണ്. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം BBA കഴിഞ്ഞ് കുറച്ച് കാലമായി. ഇനി MBA ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ട്, എന്നാലും എനിക്ക് കുറേ കാലമായി എനിക്കത് ഒരു MBA ചെയ്ത് ഒരു 9 to 5 രീതിയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാലില്ല. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചെറിയ രീതിയിൽ കഥ എഴുതും, പോയംസ് എഴുതും, തിങ്സ് ദാറ്റ് ഐ കൺസിഡർ പോയംസ്. അപ്പം പണ്ട് ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത്, റീൽസ് അപ്ലോഡ് ചെയ്ത് ഒരു ചെറിയ രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെ വൈറലായിട്ടും ഒന്നുമില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വീഡിയോ എങ്കിലും 10,000 വ്യൂസ് കിട്ടണം എന്ന രീതിയിലാണ് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അല്ലാണ്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് ലോക്ക്ഡൗൺ കഴിയുന്നതിന് മുന്നേ എൻ്റെ 2 വീഡിയോ ഒരു വീഡിയോ 10Kയും ഒരു വീഡിയോ 14Kയും ആയി. അപ്പോൾ അന്ന് എനിക്ക് ചെറിയ രീതിയിൽ മനസ്സിലായൊരു കാര്യമാണ്, എനിക്ക് ക്യാമറേൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇപ്പം ആൾക്കാർ എന്ത് വിചാരിക്കും, ഇപ്പോൾ അങ്ങനെ ഒരു തോട്ട് എൻ്റെ മൈൻഡിലില്ല. ഇപ്പോൾ ക്യാമറേനെ ഫേസ് ചെയ്ത് സംസാരിക്കാനും എനിക്കൊരു മടിയില്ല. ഇപ്പോൾ ഒരു ലിപ്സിങ് ഞാനത് ആക്ടിങ് ആണെന്നൊന്നും പറയില്ല, പക്ഷേ ആക്ടിങ്ങിന് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. ഫിലിം ഇൻഡസ്ട്രീനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ എങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും കഥയായിട്ട് എഴുതിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നൊരു ചെറിയൊരാഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫേസ് നിന്ന് ഞാൻ അത് കടന്നുപോയി. പിന്നെ കുറേ കാലം അത് ചെയ്യലില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൂവീസ് കാണും, സീരീസ് കാണും, അതിൻ്റെ കൂട്ടത്തിൽ വ്ളോഗ്സ് കാണും. പിന്നെ ഇംഗ്ലീഷ് ചാനലായാലും മലയാളം ചാനൽസ് ആയാലും വ്ളോഗ്സ് കാണും. അപ്പം വ്ളോഗ്സിൽ അവർ മെയിനായിട്ട് സംസാരിക്കുന്നത് അവർ ഫണ്ണായിട്ട് നടക്കുന്നതും അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസുമാണ് അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, അവരുടെ ഒരു ജേണിയും കാര്യങ്ങളാണ് അവരതിൻ്റെ എന്താ പറയുക ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ മലയാളം യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഒരു നമ്മളെ ഒരു പേഴ്സണൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്കെല്ലാം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ ചെയ്തിട്ട് ഈ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കാർത്തിക് സൂര്യ വ്ളോഗ്സാണ്. അപ്പോൾ കാർത്തിക് സൂര്യ വ്ളോഗ്സിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ. അപ്പോൾ കാർത്തിക്കിൻ്റെ പോഡ്കാസ്റ്റും വീഡിയോസും എല്ലാം ഞാൻ കാണലുണ്ട്. അപ്പോൾ കാർത്തിക്കും ഇങ്ങനെ ഒരു എന്താ പറയുക ഫോണും വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഇത്
എന്താ പറയുക, ഈ വീഡിയോ ആരെങ്കിലും കണ്ട് ഇത് ഞാൻ ഫേമസ് ആവും എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് ഈ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരാൾ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിത് ഒരു ഒരു ഡോക്യുമെൻറ്റേഷൻ എന്ന രീതിയിലൊരു വ്ളോഗ് എന്ത് വേണമെങ്കിലും പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാനത് ഒരു ജേർണലോ അല്ലെങ്കിൽ ഒരു ഡയറിയോ വാങ്ങി എൻ്റെ ഡേ ഡോക്യുമെൻ്റ് ചെയ്ത് എൻ്റെ തോട്ട്സ് ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്ത പോലെ അത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് അഥവാ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താലും അതും ചിലപ്പം അതുപോലെ ഇതായി പോയിരിക്കും. പക്ഷേ എങ്കിൽ അഥവാ ഞാനിത് കണ്ടിന്യൂ ചെയ്താൽ ഇത് ഞാൻ വേറെ ആർക്കും വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതല്ല. എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും പിന്നെ ഞാനതിൽ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയ അതെൻ്റെ ബോണസ്. പിന്നെ നമ്മൾ ഫോണിലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് സൂക്ഷിച്ചാൽ ഫോണ് പോയാൽ ആ വീഡിയോ പോകും. അപ്പം ഞാനിത് യൂട്യൂബ് എത്ര കാലം ഉണ്ടാവും എന്നൊന്നും അറിയാൻ പറ്റില്ല. എന്നാലും യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനക്കൊരു കാലത്ത് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ഒരു ടൈം ട്രാവൽ ഫിസിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണിൽ ഞാൻ ചെയ്ത വീഡിയോസ് ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് എടുത്തു നോക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്ലോഡ് ചെയ്താൽ മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അത്രയാണ്. താങ്ക് യു സോ മച്ച്.